തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരെല്ലാരും കൂടി സുരേഷ് ഏട്ടന് കൊടുത്തു. വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തൃശ്ശൂർ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു നടിക്കുള്ള മറുപടിയും കൂടിയാണത്. നമ്മൾ തൃശ്ശൂർ കൊടുത്തു. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ചെമ്പല്ല, അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കുള്ള ഒരു അമ്മാണ്. അത് ഇപ്പൊ സാക്ഷാത്കരിച്ചേക്കാണ്. തൃശ്ശൂർ എടുത്താൽ നെഞ്ചത്ത് വെക്കുന്ന പറഞ്ഞേക്കുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു, ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി വെച്ചത്. അത് മാത്രമല്ല, ഇത് സ്ത്രീകളുടെ വിജയമാണ്, സ്ത്രീകളുടെ തീരുമാനമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ ഗൂസ്ബംസ് വരെ വരിക സത്യം പറഞ്ഞാൽ. അത് ഹലോ, വെൽക്കം ടു താടിയും പോട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക്, നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ തൃശ്ശൂർ എടുത്തതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും തൃശ്ശൂർക്കാരായ മറ്റെല്ലാവരും, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും. കാരണം അദ്ദേഹം അത്രയധികം നമ്മുടെ തൃശ്ശൂരിനെ ആഗ്രഹിച്ചതാണ്. ഇന്നത്തെ നമ്മുടെ ടോക്ക്, തൃശ്ശൂരിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരെല്ലാവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം, നെഞ്ചിലെ ആ ഒരു ആത്മവിശ്വാസം എല്ലാം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു MP, അതായത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യ സ്നേഹിയെ, നല്ലൊരു ജനനായകനെ നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. തൃശ്ശൂരിലെ സ്ത്രീകൾ ഒന്നടങ്കം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വിജയമാണ്. സ്ത്രീകൾ വിജയിപ്പിച്ചു എന്ന് വേണേൽ തന്നെയല്ല, സ്ത്രീകൾ വിജയിപ്പിച്ചു. തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങനെ എടുത്തു. സ്ത്രീകളും ബാക്കിയുള്ളവരും ഈ കേരളത്തെ, തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരെല്ലാരും കൂടി സുരേഷ് ഏട്ടന് കൊടുത്തു ആണ്. വളരെ സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് നാളുകളായിട്ടുള്ള പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ്. ഇതിന് പല മാധ്യമങ്ങളും, ഇടതുപക്ഷ മാധ്യമങ്ങളും മറ്റുള്ളവരുമെല്ലാം തൃശ്ശൂർ സുരേഷ് ഏട്ടന് കൊടുക്കില്ല എന്നും അദ്ദേഹത്തെ ട്രോളിയും എല്ലാം ഒരു വഴിപാട് കൊടുത്തതിൻ്റെ പേരിൽ വരെ അദ്ദേഹത്തെ കളിയാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ട്രോളി ഒരു മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഒരുവിധം എല്ലാ മാധ്യമങ്ങളെയും കൂടി പറയല്ല, പക്ഷേ ഭൂരിപക്ഷ മാധ്യമങ്ങളും അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടിയിട്ട് വരെ ഉപയോഗിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അത് വലുതാക്കി കാണിച്ചു. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഒന്നും ജനങ്ങൾ വീണില്ല. ഇവിടെയുള്ള സ്ത്രീകൾ, ഇവിടെയുള്ള അമ്മമാർ അവരുടെ വോട്ട് കൊണ്ടായിരിക്കാം സുരേഷ് ഏട്ടന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ടാവുക. വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം തൃശ്ശൂർ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു നടിക്കുള്ള മറുപടിയും കൂടിയാണത്. നമ്മൾ തൃശ്ശൂർ കൊടുത്തു. വളരെയധികം സന്തോഷം. മനുഷ്യ സ്നേഹിക്കായ ഒരാളുടെ കയ്യിൽ തൃശ്ശൂർ ഏൽപ്പിച്ചൊരു സന്തോഷം. തൃശ്ശൂർ എടുത്താൽ നെഞ്ചത്ത് വയ്ക്കുന്ന പറഞ്ഞേക്കുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു, ആ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നും സുരേഷേട്ടൻ്റെ ഒപ്പം ഹൃദയപക്ഷത്ത് തൃശ്ശൂരുണ്ടാവും, ഉറപ്പാണ്. ഒരുപാട് സന്തോഷം. ഇത് എല്ലാ ജനങ്ങളുടെയും, തൃശ്ശൂരെല്ലാവരുടെയും വിജയമായി കാണാം. പ്രത്യേകിച്ച് ഈ നിമിഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്താണ്? വളരെ സന്തോഷം. ഇപ്പം ഇവരൊക്കെ പറഞ്ഞതിൽ തന്നെ ഞാൻ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ്. ഇതിപ്പോൾ പറഞ്ഞ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടാണ് ഈ ജനങ്ങൾ എല്ലാവരും ആൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. വളരെയധികം സന്തോഷം. വളരെയധികം മാറ്റം തൃശ്ശൂർ വരുന്നുള്ളത് ഒരു സംശയവും വേണ്ട. 100-ൽ 100 നമുക്ക് ഉറപ്പിക്കാം. വളരെയധികം മാറ്റം തൃശ്ശൂർ വരും. പല വികസനങ്ങളും നമുക്ക് ഉണ്ടാവും. ആൾ വന്നെങ്കിൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാവൂ. അല്ലാതെ കുറേ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഇപ്പോൾ പല റോഡുകളായാലും എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആൾ കൈവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പോലും ഇതുപോലെ നിന്നിട്ട് കൊടുക്കാണ്ട് നമ്മൾ ശക്തനായാലും ഈ ഒരു രീതിയിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ഒന്നും ആളെ ഇവിടെയുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പോലും ആളിവിടെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ അറിയാമല്ലോ തൃശ്ശൂർ കയ്യിൽ കിട്ടി എങ്ങനെയായിരിക്കും. ഇനി നമുക്ക് അന്യ നാടുകളിലേക്ക് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ പോയി പഠിക്കുക അങ്ങനെയുള്ളതൊന്നും വേണ്ട. അത്രയധികം വികസനം വരുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവിധ സപ്പോർട്ടും ആൾക്ക് കൊടുക്കും. അതെ, അതായത് തൃശ്ശൂരുള്ളവരെ അവഗണിച്ച സമയത്ത് പോലും തൃശ്ശൂരിന് വേണ്ടി ശക്തൻ മാർക്കറ്റ് അടക്കം ഒരുപാട് കാര്യങ്ങൾ, വികസനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ തൃശ്ശൂരിന് നെഞ്ചോട് ചേർത്ത് നടക്കുന്ന ആ മനുഷ്യനെ ഇങ്ങനൊരു കാര്യം ആ തൃശ്ശൂർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസനങ്ങളാണ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ അങ്ങേ അറ്റ ലെവലിൽ ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇത് സ്ത്രീകളുടെ വിജയമാണ്, പെൺകുട്ടികളുടെ വിജയമാണ്, എന്താ പറയുക, അമ്മമാരുടെ വിജയമാണ്. ഇനി ആർക്കും തൃശ്ശൂർ ആർക്കും ഒരു പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ കരയേണ്ടി വരില്ല. സുരേഷ് ഏട്ടൻ നെഞ്ചോട് തൃശ്ശൂരിനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്
ഒരുപാട് വികസനങ്ങൾ തന്നെ ഉണ്ടാവും. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിൽ ഈ പറയുന്ന രാഷ്ട്രീയമോ മതങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവും ഒന്നുമില്ല. സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തം രാജ്യം, ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, തൻ്റെ നാടിന് വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അത്തരത്തിലുള്ള ഒരു ആളാണ് രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ജനനേതാവ് എന്ന് പറയുന്നത് തന്നെയാണ്. ഒരുപാട് പേര് പല രീതിയിൽ പല നെഗറ്റീവ്സും കൊണ്ടുവന്നു നിസ്സാര കാര്യങ്ങൾ ഊതി വലുതാക്കി മീഡിയാസ് എല്ലാം ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ ഒരുപാട് തളർത്താനും തകർക്കാനും എല്ലാം നോക്കി. പക്ഷേ നെഗറ്റിവിറ്റി എല്ലാം പോസിറ്റിവിറ്റി ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായി സുരേഷ് ഗോപിക്ക് വരുമെന്ന് ഇവരാരും അറിഞ്ഞില്ല. ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം പോസിറ്റീവായി മാറി ഇതുപോലുള്ള ഒരു വിജയം, ചെറിയ ലീഡിനൊന്നല്ല വിജയിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലും വലിയൊരു സന്തോഷം. മാസം പല അമ്മമാരും നെഞ്ചത്ത് വെച്ച് ചോദിക്കും, മോളെ സുരേഷ് ഗോപി ജയിക്കില്ലേ, സുരേഷ് ഗോപി ജയിക്കില്ലേ എന്ന്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആ അമ്മമാരുടെ ആത്മബന്ധത്തെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഓരോ അമ്മമാരും മനസ്സിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ വിജയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ സുരേഷ് ഗോപിജിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങളുള്ളത്. ചേട്ടൻ ഇവിടെ ജയിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അവർ ഇപ്പം ഞാൻ ഒരു മീഡിയയ്ക്ക് ഞാനൊരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരള സ്പീക്കായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ കിരീടം കൊടുത്തപ്പോൾ, മാതാവിന് കിരീടം കൊടുത്തപ്പോൾ അതിൽ നിറച്ച് ചെമ്പാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സുരേഷ് ഏട്ടൻ വന്ന സമയത്ത് ഒരു പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് കേരള സ്പീക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചേച്ചി പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ചെമ്പല്ല, അത് ബാക്കിയുള്ളവരെ നെഞ്ചത്തേക്കുള്ള ഒരു അമ്പാണ് എന്നുള്ളത് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ സാക്ഷാത്കരിച്ചേക്കാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഗൂസ്ബംസ് വരെ വരികയാണ് സത്യം പറഞ്ഞാൽ. അത് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു താങ്ക്സ് പറയാനുണ്ട്. ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് സുരേഷ് ഏട്ടന് ഇത്രയും പോപ്പുലാരിറ്റി കൊടുത്ത ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ സുരേഷ് ഏട്ടനെ സ്വന്തമായിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച ആൾക്കാർക്ക് അതിലുപരി താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ തൃശ്ശൂർ ആൾക്ക് വയ്യാഞ്ഞിട്ട് പോലും ഈ ഇലക്ഷൻ്റെ സമയത്ത് പുള്ളിക്ക് ഒരു വയ്യായ വന്നിട്ടുണ്ടായിരുന്നു, ബാക്ക് പെയിൻ കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലും മറന്ന് റെസ്റ്റ് ഇല്ലാണ്ട് ആൾ നമുക്ക് തൃശ്ശൂർ വേണ്ടിയിട്ട് വന്നു. ആൾ അതിനുള്ളൊരു റിസൾട്ടാണ് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. കൂടുതലൊന്നും വാക്കുകൾ കിട്ടണില്ല. കേരളം ഉണ്ടായതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന് ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു MP കിട്ടാൻ പോകുന്നത്. കാരണം നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ആളൊരു ജനസേവകൻ. അതാണ് നമുക്ക് വേണ്ടത്. ഒരു MP നിന്ന് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലാണ്ട് വെറും രാഷ്ട്രീയം മാത്രമല്ലല്ലോ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്നിപ്പോൾ നമ്മളൊരു വലിയ വിജയം ആഘോഷിക്കുകയാണ്. അതുപോലെ സെൻറ്ററിലും നമുക്ക് എന്താ പറയുക, പാർത്ഥസാരഥി നയിച്ച പോലെ തന്നെ നരേന്ദ്രമോദി നയിക്കണം. ആ ഒരു വിജയം കൂടി വരുമ്പോഴേ നമ്മളുടെ വിജയം പൂർണ്ണമാവുന്നുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ 100% എല്ലാ തരത്തിലും നമ്മൾ റൈറ്റായിട്ട് കാണുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. കാരണം അവരുടെ കണ്ണിൽ ഭാരതം അത് മാത്രമേ ഉള്ളൂ. അവിടെ ജാതിമത ചിന്തകളോ വേറെ ഒന്നും തന്നെ ഇല്ല. ഭാരതം, നമ്മുടെ രാജ്യം നന്നാവണം. 47-ന് ശേഷം നമുക്ക് എത്രയോ മുമ്പേ നമ്മുടെ രാജ്യം വികസിക്കായിരുന്നു. ആ രാജ്യത്തെ 70 വർഷം പിന്നോട്ടടിച്ചു. അവർ പിന്നെയും ശക്തരായിട്ട് തിരിച്ചു വരികയാണ്, കൗരവ സഭയിലത്തെ കൗരവരെ പോലെ. അപ്പം നമുക്ക് ഒരു പാർത്ഥസാരഥി വേണം, കൂടെ അർജുനൻ. ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണോ സുരേഷ് ഗോപി വിജയിച്ചത്? ഒരുപാട് പ്രതിസന്ധികൾ കടന്നാണ് സുരേഷ് ഗോപി വെച്ചത്. കാരണം അതിപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ഒരു ട്രെൻഡ് സെറ്ററാക്കി മാറ്റിയത് ഇവർ തന്നെയാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് അവർക്ക് മനസ്സിലായത് ഈ നെഗറ്റിവിറ്റി പോലും അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റിയായി മാറുന്നു. പിന്നീടാണ് അവർ സുരേഷ് ഗോപി എന്ന പിടുത്തം വിട്ടത്. അദ്ദേഹം ചെയ്ത വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും വളച്ചൊടിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ അത് കൊണ്ടുവന്നതെന്ന് കേരളം കണ്ടതാണ്. ഇപ്പോൾ ലൂർദ്വള്ളി മാതാവിന് കൊടുത്ത കിരീടം ഒരു ഉദാഹരണമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യമെന്ന് ചോദിക്കാൻ പോലും ഇവിടെ ഒരാളുണ്ടായിട്ടില്ല. ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രവൃത്തി ഫലമായിട്ട് എല്ലാവരും അതിനൊപ്പം കൂടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിന് വേദനിച്ചിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് അതിന് വേദനിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം കൂടി ഞങ്ങൾ പറയുവാണെങ്കിൽ ലൂർദ്വള്ളി മാതാവും വടക്കുന്നാഥനും കൂടി കൈ കോർത്ത് പിടിച്ചാണ് തൃശ്ശൂർ എടുത്ത് സുരേഷ് ഗോപിക്ക് കൊടുത്തത്. ഏറ്റവും സിമ്പിളായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇത് സ്ത്രീകളുടെ വിജയമാണ്, സ്ത്രീകളുടെ തീരുമാനമാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ കാൽക്കുലേഷനിൽ ആ ചേട്ടൻ്റെ വീട്ടിൽ
ആ ചേട്ടനുള്ള രാഷ്ട്രീയം വെച്ച് നിങ്ങൾ ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയ കാൽക്കുലേഷൻ നടത്തരുത്. ആ ചേട്ടൻ്റെ വീട്ടിലെ സ്ത്രീകൾ തീരുമാനിക്കും അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന്. സ്ത്രീകൾക്കൊരിക്കലും അന്ധമായ രാഷ്ട്രീയ ബോധമില്ല. അവർക്കറിയാം അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ അടുക്കളയിൽ എന്താണ് കുറവ്, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇനി എന്ത് ചെയ്യണം. അവർക്കാണ് ആ വേദനയും ആ ബുദ്ധിമുട്ടുകളും അറിയാം. അപ്പോൾ അവർ തീരുമാനിച്ചതാണ് ഞങ്ങൾക്കിങ്ങനെ ഇരുന്നാൽ പോരാ, ഞങ്ങൾക്ക് വികസനത്തിനായി ഇദ്ദേഹത്തിന് തിരഞ്ഞെടുത്താൽ ഗുണമുണ്ടാവും എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ സ്ത്രീകളാണ്. മാത്രമല്ല എത്ര ഇപ്പം ത്രികോണ മത്സരം ഏറ്റവും ശക്തരായ 3 സ്ഥാനാർത്ഥികൾ എന്നാണ് തൃശ്ശൂർ ഫേമസ് ആയിരുന്നത്. നിങ്ങൾ എന്ത് വലിയ രാഷ്ട്രീയ കാൽക്കുലേഷൻസ് നടത്തിയാലും സാധാരണ ജനങ്ങൾ വിചാരിച്ചാൽ ഇവിടെ രാഷ്ട്രീയ തിരിമറികൾ സിമ്പിളായിട്ട് നടത്താൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കണ്ട ഭൂരിപക്ഷം. ഞങ്ങൾ BJP-ക്കാർ പോലും എല്ലാ സാധ്യതകളും തള്ളിക്കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 10,000 മുകളിൽ അല്ലെങ്കിൽ ഒരു 15,000 ഭൂരിപക്ഷം ഞങ്ങൾ ആലോചിച്ച് വെച്ചിരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ സാധാരണ മനുഷ്യർ ഒരു തീരുമാനമെടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവരൊരു ഇതിനു മുമ്പ് അവർ സൈലൻ്റ് ആയിരുന്നു. ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിക്ക് എതിരെയായിരുന്നു ഹോൾ മീഡിയ, ഹോൾ ന്യൂസ്, ഹോൾ കോക്കസ് അദ്ദേഹത്തിനെതിരെയായിരുന്നു. അന്ന് സൈലൻ്റായി അത് കണ്ടുകൊണ്ടിരുന്നത് മനസ്സിലൊരു തീരുമാനത്തോടെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ കണ്ട ഭൂരിപക്ഷം. ഈ ഇലക്ഷൻ കഴിഞ്ഞൊരു 2 ആഴ്ചത്തോളം ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കിതൊരു സർപ്രൈസിങ് വിജയമല്ല. ആ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ഗോപിക്ക് കുത്തിയേട്ടാ ഇത് പറയുന്ന ഒരു ട്രെൻഡ് പരസ്യമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്ക് കുത്തിയേട്ടാ. അതിൽ കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിലെ സ്ത്രീകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ സ്ത്രീകളുണ്ട്, ക്രിസ്ത്യാനികളുടെ വീട്ടിലെ സ്ത്രീകളുണ്ട്. എല്ലാവരും ഞാൻ സുരേഷ് ഗോപിക്ക് കുത്തിയേട്ടാ എന്ന് പറയാൻ ധൈര്യപ്പെട്ട് പുറത്ത് വന്ന ഒരു തീരുമാനത്തോടെ കുത്തിയ ഒരു ഇലക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് എത്ര വയസ്സായവർ പോലും, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വയസ്സായ സ്ത്രീകൾ പോലും പറഞ്ഞത് ഇത്രയും സന്തോഷത്തോടെ അഭിമാനത്തോടെയും കുത്തിപ്പോകുന്ന ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. സോ ദിസ് വാസ് ദ ഡിസിഷൻ ഓഫ് തൃശ്ശൂർ. ഇനി ഇതിലൊന്നും പറയാനില്ല, കേവല ഭൂരിപക്ഷമല്ല, ഇത് തൃശ്ശൂരിൻ്റെ തീരുമാനം തന്നെയാണ്. ലൂർദ് മാതാവിനും വടക്കുനാഥനും സകല ദൈവങ്ങൾക്ക് നന്ദി പറയാൻ സുരേഷ് ഗോപി ചേട്ടൻ മറന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മത രാഷ്ട്രീയമന്യേ ആബാല, അതായത് സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും എല്ലാം ചെറുപ്പക്കാരും ഒക്കെ വളരെ സന്തോഷപൂർവ്വം സുരേഷ് ഗോപി ചേട്ടനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ മുകളിലിരുന്ന് വടക്കുനാഥനും ലൂർദ് മാതാവും തമ്മിൽ കൈ കൊടുത്ത് പിടിച്ച് ഈ വോട്ടുകളെല്ലാം കണ്ട് എണ്ണി അനുഗ്രഹിച്ച് ഈ മനുഷ്യനെ ഇവിടേക്ക് എത്തിച്ചതാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അതെ, ഇതിലൊന്നും എനിക്കും പറയാനില്ല. ഈ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെന്നെ എനിക്കും ഈ രോമാഞ്ചം വരികയാണ്. എന്താണ് പറയാനുള്ളത്? ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞിറങ്ങുന്ന ഓരോ തൃശ്ശൂരിലെ സ്ത്രീകളും ആദ്യമായിട്ടായിരിക്കും ഇത്രയും സന്തോഷിച്ച് കുത്തിപ്പോകുന്നത്. അതെ, ഞാൻ സുരേഷ് ഗോപിക്കാണ് ചെയ്തതെന്ന് സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു വരാൻ ധൈര്യം കാട്ടിയപ്പോൾ പാർട്ടി വേറെ ആയിട്ടുള്ള ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും അവരെ മുഖത്ത് നോക്കി ഞാൻ സുരേഷ് ഗോപിക്കാണ് കുത്തിയതെന്ന് പറയുന്ന ചെറുപ്പം മുതൽ വയസ്സായവർ വരെ അത് കുത്തി പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഓരോ തവണയും ഓരോരുത്തർ ഓരോ പാർട്ടി ബേസ് ചെയ്തിട്ട് ഓരോന്ന് കുത്തി പോരുമ്പോൾ ഈ 5 കൊല്ലം എന്താവോ എന്ന് വിചാരിച്ച് വരുമ്പോൾ ഇപ്രാവശ്യമായിരിക്കും കുത്തിയിട്ട് ധൈര്യമായി ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരാനുള്ള ഒരു MP-ക്ക് ഞങ്ങൾ കൊടുക്കുവാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇത് കുത്തി എന്ന് പറഞ്ഞ് ഇറങ്ങി തുള്ളിച്ചാടി വരുന്ന ഒരു ഇലക്ഷൻ ഇപ്രാവശ്യമാണ്. ഞാൻ സുരേഷ് ഗോപിക്ക് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. ഇപ്രാവശ്യം അതൊരു ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ എന്താണ് പറയാളെ? ഒന്നുമില്ല. നെഞ്ചിലേറ്റാൻ സുരേഷ് ഗോപിക്ക് കൊടുത്തു, അദ്ദേഹം നെഞ്ചിലേറ്റി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും പേടിക്കാനില്ല, എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ നോക്കിക്കോളും. അടുത്ത നല്ലൊരു ടോക്കായി നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.